അല്ലല്ല, നമ്മൾ ആ പടത്തിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. ഇല്ല അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഉദയയുടെ സിനിമ ഞാനൊക്കെ കൊച്ചന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ സിനിമയിലില്ല. ഇതാകെ കഴിവൊന്ന് കട്ട് ചെയ്യോ? ഇതെന്താ ഇവിടെ പറയണേ? എന്താ ഇവിടെ നടക്കുന്നേ? ഫാസിൽ സാറിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇദ്ദേഹത്തൊക്കെ കണ്ടു പരിചയമുണ്ടോ? ചെറിയ കുട്ടിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര എന്താ പറയുക, ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഫഹദിനെ കണ്ടിട്ടുണ്ടോ? ഫഹദ് അവിടെ നേരത്തെ പടത്തിൽ ഷൂട്ടിങ്. ഈ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് അവരെല്ലാവരും ഉണ്ടല്ലോ, 4 മക്കളും ഇല്ലേ. ഷാനിന്റെ ആദ്യത്തെ പടത്തിലും നമുക്കില്ലായിരുന്നു. ആദ്യത്തെ പടത്തിന് ഞാനുണ്ട് ഗസ്റ്റ് റോൾ. ഗസ്റ്റ് റോളിലുണ്ട് അല്ലേ? ഓക്കെ. ഈ അല്ല അതല്ല, ഇപ്പൊ ഈ മറ്റേ നമ്മുടെ അപ്പൂസൊക്കെ നടക്കുമ്പോൾ അവനാ ക്രൗഡിൽ കിടക്കുന്നു. അപ്പൊ ഇവരൊക്കെ എങ്ങനെ കാണുന്നത്? ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് എന്താ? എനിക്ക് അല്ല ചാക്കോച്ചൻ അന്ന് സെറ്റിലേക്ക് ഒന്നും വരില്ലായിരുന്നോ? അല്ല സിനിമയിൽ അഭിനയിക്കും. ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചൻ സിനിമയിലുണ്ട്. അല്ല സെറ്റിലൊക്കെ വരും. അല്ലല്ല, നമ്മൾ ആ പടത്തിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. ഇല്ല അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഉദയയുടെ സിനിമ ഞാനൊക്കെ ചാക്കോച്ചന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ സിനിമയിലില്ല. ഇതാകെ കഴിവൊന്ന് കട്ട് ചെയ്യോ? ഇതെന്താ ഇവിടെ പറയണേ? എന്താ ഇവിടെ നടക്കുന്നേ? അല്ല ഫഹദ് ഫാസിലും അവരൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ആ ചാക്കോച്ചനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല. കണ്ടിട്ടുണ്ട്. എവിടെ? തീരം നിറഞ്ഞ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ ആണോ? ഉദയയുടെ അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല അന്നേരം അവിടെ വന്ന് നിന്നിട്ടുണ്ടെന്നാ? അന്ന് അവിടെ നിന്ന് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അത് ചെറിയ കാര്യങ്ങള്. അല്ല ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ ഫാദറിന്റെ കൂടെ ഒന്നും ഞാനും അങ്ങനെ അധികം ലൊക്കേഷനുകൾ പോകാറുമില്ലായിരുന്നു. സ്കൂള് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വന്നില്ല. അതെ. ഇതിനു മുമ്പ് അതിനകത്ത് നസീസാറൊക്കെ ഉള്ളൊരു പടമാണ് തീരം തേടുന്ന തിര എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ പ്രൊഡക്ഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്കൂളിനെ പറ്റി ആയിരിക്കും. ഒരു സമാധാനത്തിൽ നമുക്ക് പറയാം, അതിലാണ് നമ്മൾ പറയേണ്ട. അതെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷമിക്കണ്ട, ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്.